ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ യുദ്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ നിലനിൽപ്പിനായിട്ടുള്ള പോരാട്ടത്തിനിടയിൽ മുസ്തഫ ഖാംനെയി ഇറാന്റെ പരമോന്നത സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നു. ഇറാന്റെ ശക്തി പ്രകടനം ഇസ്രായേലിന് തിരിച്ചടിയായി മാറിയിരിക്കുന്നു. ശരിക്കും ഇസ്രായേലിന് വേണ്ടി തുടങ്ങിവെച്ച യുദ്ധം ഇപ്പോൾ ഇസ്രായേലിന് വൻ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ ഈ ഒരു വൻ തിരിച്ചടി അല്ലെങ്കിൽ ഇസ്രായേലിനുണ്ടാകുന്ന നഷ്ടങ്ങൾ അത് ഏത് തരത്തിലാണ്? അഞ്ജന, ഇപ്പോൾ നമ്മൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, അതായത് പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ പരിശോധിച്ച് കഴിയുമ്പോൾ പലപ്പോഴും തോന്നുന്ന ഒരു കാര്യം, ഇസ്രായേൽ വളരെ സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ്. അതായത് ഇസ്രായേലിനൊന്നും സംഭവിക്കുന്നില്ല. ഇസ്രായേലിന് നേരെ വരുന്ന മിസൈലുകളൊക്കെയും ഇസ്രായേൽ മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർക്കുന്നു. ഇസ്രായേലിലെ ജനങ്ങൾ പരിപൂർണമായും സുരക്ഷിതരാണ്. അവിടെ ഒരു തരത്തിലുള്ള ആക്രമണങ്ങളും ഉണ്ടാകുന്നില്ല എന്നൊക്കെ ആയിരിക്കും ഈ പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നാം. പക്ഷേ ഇപ്പോൾ കുറച്ച് വെളിപ്പെടുത്തലുകളും കുറച്ച് പ്രധാനപ്പെട്ട വാർത്തകളും ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ, അമേരിക്കയുടെ തന്നെ ഇൻ്റലിജൻസ് ഏജൻസികൾ ഈ യുദ്ധത്തിൽ അമേരിക്ക ജയിക്കാൻ സാധ്യതയില്ല എന്നൊരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് പെൻറ്റഗണ് കൈമാറി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. അതോടൊപ്പം തന്നെ ഇസ്രായേലിനുള്ളിലേക്ക് ഇറാൻ വീണ്ടും ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചിരിക്കുകയാണ്. അതായത് ടെല്ലവീവ് എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട തലസ്ഥാന നഗരം, ഈ നഗരത്തിൻ്റെ നിരവധി മേഖലകളിലേക്ക്, ചുറ്റുപാടുമുള്ള നിരവധി മേഖലകളിലേക്ക് ഈ ക്ലസ്റ്റർ ബോംബുകൾ എന്ന് പറയുന്ന, ഒരിടത്ത് വീണാൽ അത് ചിതറിത്തെറിച്ച് 8-10 കിലോമീറ്റർ ചുറ്റളവിലുള്ള 20-30 കേന്ദ്രങ്ങളിലേക്ക് പോയി വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ക്ലസ്റ്റർ ബോംബ് സംവിധാനം. ആ മെക്കാനിസം എന്ന് പറയുന്നത് ഒരിക്കലും തടുക്കാൻ കഴിയില്ലാത്ത ഒരു മെക്കാനിസമാണ്. അതായത് ഒരു മിസൈലിൽ ഈ ബോംബുകൾ വെച്ചിട്ടാണ് വിക്ഷേപിക്കുക. ആ മിസൈലുകളെ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്താലും ഈ ബോംബുകൾ ഭൂമിയിലേക്ക് വീഴും. അത് വീണ് കഴിഞ്ഞാൽ പലയിടങ്ങളിലായി വലിയ സ്ഫോടനം ഉണ്ടാകും. ഇത് തടയാനുള്ള ഒരു സംവിധാനവും ഇസ്രായേലിൻ്റെ പക്കലില്ല, അമേരിക്കയുടെയും പക്കലില്ല. കാരണം ഈ സമീപകാലത്ത് വലിയ ഗവേഷണങ്ങൾ നടത്തിയിട്ടാണ് ഇറാൻ ഈ ബോംബുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ തോതിൽ ഈ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയ തിരിച്ചടിയാണ് ഇസ്രായേലിന് ഉണ്ടാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി നാശനഷ്ടങ്ങൾ ഇസ്രായേലിൽ ഉണ്ടാകുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. അതായത് വാഹനങ്ങൾ വ്യാപകമായി നിന്ന് കത്തുന്നു, ബഹുനില കെട്ടിടങ്ങളിലേക്ക് തീ പടരുന്നു, ജനങ്ങൾ പരിഭ്രാന്തരായിട്ട് നിലവിളിച്ചോടുന്നു, ബങ്കറുകൾക്കുള്ളിൽ സ്ഫോടനമുണ്ടാകുന്നു എന്നൊക്കെയുള്ള പല വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പല ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കാൻ തുടങ്ങിയതോടെയാണ് ഇസ്രായേലിന് ഇത് നിഷേധിക്കാൻ കഴിയാതെ പോകുന്നത്. അതായത് നേരത്തെ ഇസ്രായേൽ ഒരു വലിയ സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയിരുന്നു. അവിടുത്തെ ജനങ്ങളോട് ഒരു കാരണവശാലും അവിടുത്തെ ദൃശ്യങ്ങൾ പങ്കുവെക്കരുത് എന്ന് പറഞ്ഞിരുന്നു. പലയിടങ്ങളിലും അങ്ങനെ അതിനുവേണ്ടി ശ്രമം നടത്തിയ ആളുകളെയൊക്കെ നിരുത്സാഹപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു ജനങ്ങൾ. കാരണം അങ്ങനെ പങ്കുവെക്കുന്നത് ശത്രുക്കൾക്ക് ഗുണകരമാകും എന്നൊരു കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അത്തരമൊരു നീക്കം നടന്നത്. എന്തായാലും ഇപ്പോൾ സ്വാഭാവികമായിട്ടും പല മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയാണ്. അപ്പോൾ ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഇസ്രായേലിലെ ജനങ്ങൾക്ക് മാരകമായി പരിക്കേൽക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ശേഷി കുറഞ്ഞിരിക്കുന്നു. 7 മിസൈലുകൾ തുടർച്ചയായി ഏറ്റവും ഒടുവിൽ ഇസ്രായേലിനുള്ളിലേക്ക് വീണിരിക്കുന്നു. ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരികയാണ്. അതുപോലെ തന്നെ ഇറാന് പിന്തുണ പ്രഖ്യാപിച്ച് ഹിസ്ബുള്ളയും സൈന്യത്തെ ഉപയോഗിച്ച് വലിയ ആക്രമണങ്ങൾ ഇസ്രായേലിനുള്ളിലേക്ക് നടത്തുന്നു. അതുപോലെ അമേരിക്കയുടെ 5ാം കപ്പൽപ്പടയ്ക്ക് നേരെ നടന്ന ആക്രമണത്തിൽ 21 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതായി ഇറാൻ പറയുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ തങ്ങൾക്കുണ്ടാകുന്ന തിരിച്ചടികളെയൊക്കെ അതിജീവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇറാന് നേരെ വ്യാപകമായ ആക്രമണങ്ങളും ഇറാനുള്ളിൽ വ്യാപകമായ നാശനഷ്ടങ്ങളും തിരിച്ചടികളുമൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ഇറാൻ ശക്തമായി ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ നടത്തി ഇസ്രായേലിനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ യുദ്ധം ഏകപക്ഷീയമല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്ന് വെച്ചാൽ അമേരിക്കയും ഇസ്രായേലും തീരുമാനിക്കുന്നത് മാത്രം നടക്കുന്നു, അമേരിക്കയും ഇസ്രായേലും തീരുമാനിക്കുന്നതിലേക്ക് മാത്രം കാര്യങ്ങൾ എത്തുന്നു എന്നത് മാറിക്കൊണ്ട് ഇസ്രായേലിനുള്ളിൽ മാരകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിൽ ഇറാനും ആക്രമണം കടുപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വിവരങ്ങൾ ഓരോന്നായിട്ട് പുറത്തു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം ഈ ഇസ്രായേലിൻ്റെ F-35 ശ്രേണിയിൽപ്പെട്ട ഒരു യുദ്ധവിമാനം, ഒരു ബോംബർ ഫൈറ്റർ ജെറ്റ് ഇറാൻ വെടിവെച്ചിട്ടിരിക്കുന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ യുദ്ധചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പോർ വിമാനം ഒരു ശത്രുരാജ്യം വെടിവെച്ചിടുന്നത്.
അപ്പോൾ ഇസ്രായേലിനെ തച്ചുടയ്ക്കുന്ന വിധത്തിൽ, ഇസ്രായേലിന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിൽ ഇറാൻ കൂടുതൽ അപകടകാരികളായി പെരുമാറി തുടങ്ങിയിരിക്കുന്നു. ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ തകർക്കുന്ന വിധത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇസ്രായേലിൻ്റെ ഭൂമിക്കുള്ളിലേക്ക്, ഇസ്രായേലിൻ്റെ മണ്ണിനുള്ളിലേക്ക് കടന്നു കയറിക്കൊണ്ടുള്ള അതിതീവ്രമായ ആക്രമണങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അപ്പം ഞാൻ പറയുന്നതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇറാൻ ഒന്നും സംഭവിക്കുന്നില്ല, ഇറാൻ ഭയങ്കര സംഭവമാണ് എന്നൊന്നുമല്ല. ഇറാനുള്ളിലേക്ക് വലിയ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്, ഇറാനിൽ നാശങ്ങൾ കൂടുന്നുണ്ട്, ഇറാനിലെ വലിയ തോതിലുള്ള തിരിച്ചടികൾ ഉണ്ടാകുന്നുണ്ട്. അവിടെ കഴിഞ്ഞ ദിവസം ഒരു എണ്ണ സംഭരണശാലയ്ക്ക് നേരെ ആക്രമണമുണ്ടായിട്ട് ആ എണ്ണ സംഭരണശാലയിലെ ഓയിൽ പുറത്തേക്ക് ഒഴുകി നഗരങ്ങൾ മുഴുവൻ കത്തിയ സംഭവമുണ്ട്. 1000-ലേറെ പേർ മരിച്ചിട്ടുണ്ട്. പല സൈനിക കേന്ദ്രങ്ങളും ഒക്കെ തകർക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ പറയുന്നത് പോലെ, അമേരിക്ക പറയുന്നത് പോലെ ഇറാൻ്റെ സൈനിക ശേഷി പൂർണ്ണമായി തകർന്നു എന്ന വാദം തെറ്റാണ്. അങ്ങനെയൊന്നുമല്ല സംഭവിക്കുന്നത്. ഇറാനെ ഒരു വശത്ത് തകർക്കും തോറും കരുത്താർജിക്കുന്ന വിധത്തിലുള്ള എന്തോ ബാക്കപ്പ് പദ്ധതി ഇറാനുണ്ട് എന്ന് വ്യക്തമാകുന്ന വിധത്തിലാണ് അവരുടെ മുന്നോട്ട് പോക്ക്. ഇതും ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ശത്രുക്കൾക്ക് സഹായകമാകും ഇസ്രായേലിലെ ഈ ദൃശ്യങ്ങൾ, അല്ലെങ്കിൽ ഇസ്രായേൽ സംഭവിച്ച നഷ്ടങ്ങളും നാശങ്ങളും എല്ലാം പുറത്തു വന്നാൽ എന്നുള്ളത്. പക്ഷെ ഇറാന്റെ എല്ലാ കാര്യം എന്ന് വെച്ചാൽ വാഹനത്തിൽ പോകുന്നത്, IRGC സംഘം വാഹനത്തിൽ പോകുന്ന ദൃശ്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഫോട്ടോസ്, പിന്നെ അത് മാത്രമല്ല സെജ്ജൽ അല്ലെങ്കിൽ ഫത്ത എന്നീ മിസൈലുകളുടെ ദൃശ്യങ്ങൾ, ഇതെല്ലാം ഇറാൻ പുറത്തുവിട്ടിരിക്കുകയാണ്. അപ്പം ഇറാൻ എന്തുമാത്രം ശക്തിയാണ് അല്ലെങ്കിൽ ധൈര്യമാണ് ഇറാന്റെ ഭാഗത്തുള്ളത് എന്നുള്ളത് ഒരു ശ്രദ്ധേയമായ കാര്യമല്ലേ? ഇറാനെ സംബന്ധിച്ച് ഇറാൻ രക്തസാക്ഷിത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രമാണ്. അല്ലെങ്കിൽ അവിടുത്തെ ഇസ്ലാമിക് ഭരണകൂടം എന്ന് പറയുന്നത് ഭയം ലവലേശമില്ല എന്ന് നിരന്തരമായി പറഞ്ഞിട്ടുള്ളവരാണ്. അപ്പം അമേരിക്ക നിരന്തരമായി ആക്രമണങ്ങൾ നടത്തുന്നു, ഖാംനിയെ കൊല്ലുന്നു, വീണ്ടും ആക്രമണങ്ങൾ നടത്തുന്നു, വെല്ലുവിളിക്കുന്നു. അതൊക്കെ ചെയ്യുമ്പോഴും ഇറാൻ അവിടുത്തെ പുതിയ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുത്തു. അങ്ങനെ ഒരു പരമോന്നത നേതാവ് വന്നാൽ അദ്ദേഹത്തെ വധിക്കുമെന്നാണ് അമേരിക്കയുടെ വെല്ലുവിളി. പക്ഷേ ഇറാൻ അത് കാര്യമാക്കുന്നില്ല, പുതിയ ഭരണാധികാരിയെ നിയമിക്കുന്നു. അതിനുശേഷം എന്താണ്, ഈ പറയുന്നത് പോലെ ഇസ്രായേലിന് നേരെ തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുന്നു. ആ ഭരണാധികാരി അധികാരത്തിലേറി ആദ്യം ചെയ്തത് ഇസ്രായേലിന് നേരെ മിസൈൽ അയക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു തരത്തിലും ഭയപ്പെടാതെ, അല്ലെങ്കിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാതെ, ഒരു തരത്തിലും ഭയമില്ലാത്തൊരു സാഹചര്യം സൃഷ്ടിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഇറാൻ്റെ നയം. പക്ഷേ ഇറാൻ്റെ ഈ ആക്രമണത്തിൽ ഇസ്രായേൽ ഭയക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇസ്രായേലിന് ഇത്രയും വലിയ ആക്രമണങ്ങളൊന്നും ഏറ്റുവാങ്ങിയ ശീലമില്ല. ഈ കഴിഞ്ഞ ജൂണിലല്ലാതെ ഈ സമീപകാലത്തൊന്നും ഇസ്രായേലിനുള്ളിലേക്ക് ഇത്രയും തീവ്രമായ ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ മാധ്യമ വാർത്തകൾ ശരിയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാധ്യമ പ്രവർത്തകൻ, ഇസ്രായേലിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നൊരു മാധ്യമ പ്രവർത്തകൻ പറഞ്ഞത് അവിടെ പരിപൂർണമായ സെൻസർഷിപ്പാണ്, ഇസ്രായേലിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഈ ബങ്കറുകൾക്കുള്ളിൽ കിടന്ന പോലും ആളുകൾ അപായപ്പെടുന്നുണ്ട്, ബങ്കറുകൾ സുരക്ഷിതമാണ് എന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ വാർത്തകൾ മലയാള മാധ്യമങ്ങളും അതുപോലെ തന്നെ യൂട്യൂബിലും ഒക്കെ മറ്റ് ചാനലുകളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേൽ അങ്ങനെ മറച്ചു വയ്ക്കുന്ന കണക്കുകൾ എന്നൊന്നുകൂടി ഉണ്ട് എന്നാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ഇറാന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ട് ഇസ്രായേലിനും അമേരിക്കയ്ക്കും വലിയ തിരിച്ചടികൾ കിട്ടുന്നുണ്ട്. അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ, കോടി മൂല്യമുള്ള അവരുടെ ഡിസ്ട്രോയറുകൾ, അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ, അവരുടെ ആയുധ കേന്ദ്രങ്ങൾ, ഇതൊക്കെ തകർക്കപ്പെടുന്നുണ്ട്. അപ്പോൾ യുദ്ധം എന്നത് ഏകപക്ഷീയമായിട്ട് പോകുന്നൊരു സാധനമല്ല എന്ന് ഇതിൽ പരം തെളിവൊന്നും വേറെ വേണ്ട. എന്തായാലും ഞങ്ങളിപ്പോൾ ജയിക്കും, ഇറാനെ പൂർണ്ണമായി തകർക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞു വന്നവർ സ്വന്തം തകർച്ച കണ്ട് അന്താളിച്ച് നിൽക്കുന്ന സാഹചര്യമാണുള്ളത് എന്ന് പറയാവുന്നൊരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. എന്ന് മാത്രമല്ല, ഈ വിധത്തിൽ ഇങ്ങനെ യുദ്ധം മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും ലോകത്തിന് മുഴുവൻ, അമേരിക്കയ്ക്കും അത് പ്രശ്നമാകും. എന്ന് മാത്രമല്ല, ഇറാൻ പതിയെ അവരുടെ മൂർച്ച കൂട്ടുകയാണ്. കൂടുതൽ അപകടകാരികളാകുന്ന നിലയിലേക്ക് ഇറാൻ്റെ ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണ്. ഗൾഫ് മേഖലയിൽ വലിയ നാശനഷ്ടങ്ങൾ ഇറാൻ്റെ ആക്രമണത്തിൽ ഉണ്ടാകുന്നു. ഈ എണ്ണവില കൂടി വരുന്ന സാഹചര്യമുണ്ട്. ചൈനയും റഷ്യയും ഒക്കെ ഇറാനോടൊപ്പം ചേരുന്ന സാഹചര്യമുണ്ട്. ഇറാന് കൂടുതൽ ശക്തിയും തകർക്കൽ ശേഷിയുമൊക്കെ ഉണ്ടാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ അത് ഇസ്രായേലിന് കൂടുതൽ പ്രതിരോധമാവുകയാണ്. ഇസ്രായേലിൻ്റെ വെല്ലുവിളികൾ, ഭീഷണികൾ വർദ്ധിക്കുകയാണ് എന്ന് തന്നെ പറയാം.